പഴയ കൊടകര രൂപം മാറിയെത്തിയ പുതുക്കാട് നിന്നും ഇടത് ജനപ്രതിനിധികൾ മാത്രമേ നിയമസഭയിലെത്തിയിട്ടുള്ളൂ. 2011-ലും 2016-ലും പ്രൊഫസർ സി രവീന്ദ്രനാഥിലൂടെ മണ്ഡലം ഇടതുമുന്നണിക്കൊപ്പം നിന്നു. 2021-ൽ കെ രാമചന്ദ്രനിലൂടെ പുതുക്കാട് വീണ്ടും ഇടതിനു വേണ്ടി വിജയസിന്ദൂരമണിഞ്ഞു. ഇക്കുറിയും കെ രാമചന്ദ്രൻ തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. നാട്ടുകാരനായ KM ബാബുരാജിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് UDF ശ്രമം. നാഗേഷിനെ രംഗത്തിറക്കി BJPയും വിജയസ്വപ്നങ്ങൾ നെയ്യുന്നു. 3 സ്ഥാനാർത്ഥികളുടെയും വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശ്രീ നാഗേഷാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹം പ്രചരണത്തിലേക്ക് ഇറങ്ങാനുള്ള തിരക്കിലാണ്. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? ഏറ്റവും നല്ല രീതിയിൽ അടിത്തട്ടിലുള്ള സമ്പർക്ക പരിപാടികളും പ്രചരണ പരിപാടികളും വളരെ സജീവമായി തന്നെ വളരെ നല്ല രീതിയിൽ നടക്കുന്ന കാഴ്ചയാണ്. എല്ലാ മേഖലയിലും വളരെ ഉത്സാഹവും ആവേശവും നൽകുന്ന തെരഞ്ഞെടുപ്പാണിത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു പുതുമുഖമൊന്നുമല്ല. മുൻപ് 2 തവണ പുതുക്കാട് നിന്ന് മത്സരിച്ചിട്ടുള്ളതാണ്. ആ ഒരു പരിചയം ആളുകളുടെ ഇടയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. 100% എന്നെ അറിയാത്ത ആളുകൾ ഈ നിയോജക മണ്ഡലത്തിലില്ല. അതുകൊണ്ട് എല്ലാ മേഖലയിലും നല്ല സ്വീകാര്യത എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് 100% എനിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. എന്താണ് പുതുക്കാടിന് മുന്നിൽ BJP വയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പുതുക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചുള്ള സർക്കാരും അതുപോലെ തന്നെ MLA നടത്തിയിട്ടുള്ള വീഴ്ചകൾ ജനമധ്യത്തിൽ തുറന്നു കാണിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധ്യമായിട്ടുണ്ട്. പുതുക്കാട് ഏറ്റവും പരമ്പരാഗത വ്യവസായ മേഖലയായിട്ടുള്ള ഓട് വ്യവസായ മേഖലയുടെ കേന്ദ്രമാണ്. ഇന്ന് അത് നാമാവശേഷമായി കഴിഞ്ഞു. അതിനുവേണ്ട അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കുന്നതിൽ, കളിമണ്ണ് ലഭ്യമാക്കുന്നതിൽ ഭരണകക്ഷി MLA പരാജയപ്പെട്ടു. പുതുക്കാടിനെ സംബന്ധിച്ച് ഏറെ അഭിമാനിക്കാവുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാവുന്ന ചിമ്മിനി ഇക്കോ ടൂറിസം വെറും വാഗ്ദാനത്തിൽ മാത്രമാണ് ഒതുങ്ങി നിന്നത്. പുതുക്കാട് മണ്ഡലം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുള്ള ജൽജീവൻ പദ്ധതി അടക്കം ഈ മേഖലയിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. മണലി, കുറുമാലി പുഴകളുള്ള ഈ നിയോജക മണ്ഡലത്തിൽ കാർഷിക മേഖലയായിട്ടുള്ള ഈ മണ്ഡലത്തിൽ കുടിവെള്ളം പോലും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജലസേചന സൗകര്യം, കൃഷിക്കാവശ്യമായ ജലസേചന സൗകര്യം 2 പുഴയിലും കൂടി നിന്ന് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പദ്ധതി പോലും നടപ്പാക്കാൻ ഈ MLAക്കോ അവരുടെ ഭരണകക്ഷിക്കോ സാധ്യമായിട്ടില്ല. ഭരണകക്ഷിയുടെ MLAമാരാണ് ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. വല്ലച്ചിറ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പൈപ്പ് ഇന്നും അനാഥമായി കിടക്കുന്ന കാഴ്ചയാണ്. ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ് 3-4 പഞ്ചായത്തുകൾക്ക് എല്ലാ തരത്തിലും ഗതാഗതത്തിനുമൊക്കെ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ് സി രവീന്ദ്രനാഥിൻ്റെ കാലഘട്ടത്തിൽ മുതൽ ഉദ്ഘാടനം കഴിച്ചതാണ്. ഇപ്പോൾ നിങ്ങളതിൽ പോയി കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പാലം അപകടത്തിലെന്ന ബോർഡാണ്. വലിയ വാഹനങ്ങൾ അതിൽ കടന്നു പോകാൻ സാധ്യമാകുന്നില്ല. ഈ രീതിയിൽ മണ്ഡലത്തിൻ്റെ സമസ്ത മേഖലയിലും ഇന്ന് വികസന മുരടിപ്പാണ്. അഴിമതിയുടെ കാര്യം നോക്കുന്ന സമയത്ത് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ചെമ്പുച്ചിറ സ്കൂൾ, ആ സ്കൂള് കോൺക്രീറ്റ് തകർന്ന് തരിപ്പണമായി. അത് ഭരണകക്ഷിക്കാർ തന്നെ സമ്മതിച്ച കാര്യമാണ്. അടുത്ത കാലത്ത് കോടാലി സ്കൂളിൻ്റെ മോൾ ഭാഗം തകർന്നു വീണ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അഴിമതിയുടെയും അതുപോലെ തന്നെ വികസന മുരടിപ്പിൻ്റെയും പേരുകേട്ട ആളുകളായി ഭരണകക്ഷിയും അതുപോലെ MLAയും മാറിയിരിക്കുന്ന കാഴ്ചയാണ്. അത് ജനമധ്യത്തിൽ തുറന്നു കാട്ടിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ കീഴിലുള്ള ആ ജനക്ഷേമ പദ്ധതികൾ മണ്ഡലത്തിൽ സജീവമായി നടപ്പാക്കാൻ ഒരു BJP ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ വിജയിപ്പിക്കണമെന്ന ആവശ്യകത ജനങ്ങളിൽ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട്. പൊതുവെ ഈ പുതുക്കാട് മണ്ഡലത്തിൽ കൊടകര രൂപം മാറിയെത്തിയ മണ്ഡലമാണ്. ഇടത് പ്രതിനിധികൾ മാത്രമേ നിയമസഭയിൽ എത്തിയിട്ടുള്ളൂ. ഇടതുമുന്നണിക്ക് ശക്തമായ അടിത്തറയുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. UDF ആണെങ്കിൽ 4 പതിറ്റാണ്ടിന് ശേഷം ഒരു നാട്ടുകാരനെ രംഗത്തിറക്കിയെന്ന് പറയുന്നു. അത്തരം വെല്ലുവിളികളെ എങ്ങനെയാണ് BJP നോക്കിക്കാണുന്നത്? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് അതിന് യാതൊരു മുഖവിലക്കെടുക്കാൻ BJP തയ്യാറല്ല. ഇതിനു മുമ്പ് കൊടകരയെ സംബന്ധിച്ച് 20 വർഷക്കാലം KP വിശ്വനാഥൻ പ്രതിനിധീകരിച്ച മണ്ഡലം കൂടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് അന്ന് 6000 വോട്ടുണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി 36,000-ഓളം വോട്ട് കരസ്ഥമാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്നാട്ടിൽ നിന്ന് മത്സരിക്കുന്ന എനിക്ക് തന്നെ സാധ്യമായിട്ടുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മിന്നും വിജയം സമ്മാനിച്ച ചരിത്രപരമായ നേട്ടം കൈവരിച്ച തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ താമരടയാളത്തിൽ വോട്ട് ലഭിച്ച മണ്ഡലം 62,000-ഓളം ആളുകൾ വോട്ട് ചെയ്ത് 12,000-ന് അപ്പുറത്തേക്ക്
ഭൂരിപക്ഷമുണ്ടായ മണ്ഡലം ഈ പുതുക്കാട് മണ്ഡലമാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് 100% ആത്മവിശ്വാസമുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അപ്പുറത്ത് വികസനത്തിന് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്നലകളുടെ അവകാശവാദങ്ങളെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ പോലെ പുതുക്കാട് മണ്ഡലത്തിലെ ജനങ്ങളും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി വിധിയെഴുതുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. കടുത്ത ചൂടാണ്. ഈ ചൂടിനെ അതിജീവിച്ച് എങ്ങനെയാണ് ഈ പ്രചരണമൊക്കെ മുന്നോട്ട് പോകുന്നത്? എന്തായാലും അല്പം വൈകിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ സംഘടനാ സംവിധാനം കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ തെരഞ്ഞെടുപ്പിനുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ ആത്മവിശ്വാസവും അടിത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തനം വളരെ സിസ്റ്റമായി തന്നെ നടപ്പാക്കിയിട്ടുള്ളതുകൊണ്ട് വളരെയധികം രണ്ട് മുന്നണികളെ ഒപ്പത്തിന് എത്താൻ ഞങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് 100% ആത്മവിശ്വാസം നൽകുന്നതാണ്. മണ്ഡലത്തിൽ എവിടെ നോക്കിയാലും ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യത്തിനും അനുകൂലമായ സാഹചര്യമാണ് ഇത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഈ വെയിലിൻ്റെ ചൂടിന് അപ്പുറത്ത് തെരഞ്ഞെടുപ്പ് ഏറ്റവും ആവേശകരമായി മാറ്റാൻ ഞങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട്. എറണാകുളം മേഖലാ പ്രസിഡന്റ് കൂടിയാണ് BJPയുടെ ശ്രീ A. നാഗേഷ്. ഈ മേഖലയിൽ പൊതുവെ എങ്ങനെയാണ് BJPയുടെ വിജയ സാധ്യതകൾ? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ ഞെട്ടിച്ചുകൊണ്ട് മിന്നും വിജയം സമ്മാനിച്ചിട്ടുള്ള ജില്ലയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല. എല്ലാ മേഖലയിലും മണലൂരിലായാലും ഇരിഞ്ഞാലക്കുടയിലായാലും കൊടുങ്ങല്ലൂരിലായാലും നാട്ടികയിലായാലും എല്ലാ മേഖലയിലും എന്തിനേറെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിലടക്കം ശക്തമായ മുന്നേറ്റം നടത്താനും ത്രികോണ മത്സരം സൃഷ്ടിക്കാനും ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധ്യമായിട്ടുണ്ട്. അത് ഇത്തവണ ഞങ്ങളെ സംബന്ധിച്ച് മിന്നും വിജയത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ MLA-മാരെ സമ്മാനിക്കുന്ന ജില്ലയായി തൃശ്ശൂർ ജില്ല മാറുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവിധ ആശംസകളും. പുതുക്കാട് നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ശ്രീ KK രാമചന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നു. മണ്ഡലത്തിലെ സിറ്റിംഗ് MLA കൂടിയാണ് അദ്ദേഹം. പ്രചരണ രംഗത്ത് സജീവമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ളൊരു പ്രതികരണം? വളരെ നല്ല പ്രതികരണമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളുമായിട്ട് പോവുകയായിരുന്നു. ഇലക്ഷൻ പെട്ടെന്ന് ഉണ്ടാവില്ല, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അവിടങ്ങളിൽ നിന്നെല്ലാം നല്ല പ്രതികരണമാണ്. ഇപ്പോഴാണെങ്കിൽ വളരെ സജീവമായി നമ്മുടെ പ്രവർത്തകന്മാരും നാട്ടിലെ ജനങ്ങളും നമ്മോടൊപ്പം അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 5 വർഷം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. എന്താണ് ജനങ്ങൾക്ക് മുന്നിൽ ഒരു ബാലൻസ് ഷീറ്റായിട്ട് കാണിക്കാനുള്ളത്? ജനങ്ങൾക്കിടയിൽ ഞാൻ ഈ 5 വർഷം എല്ലായ്പ്പോഴും ഏത് ഘട്ടത്തിലും ആവശ്യപ്പെടുന്ന ഘട്ടങ്ങളിലൊക്കെ ജനങ്ങളുടെ കൂടി ഉണ്ടായിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ, നിരവധി വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുണ്ടായിരുന്നതെല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറേയേറെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. കുറേയേറെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടങ്ങാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ഡലത്തിലെ മികച്ച വിദ്യാലയങ്ങൾ, മികച്ച ആരോഗ്യ കേന്ദ്രങ്ങൾ, മികച്ച റോഡുകൾ, BMBC റോഡുകൾ ഈ കേരളത്തിൽ ഗവൺമെൻറ് 50% പൊതുമരാമത്ത് റോഡുകൾ BMBC ആക്കണമെന്ന് ലക്ഷ്യം വെച്ചിട്ടാണ് ഈ 5 വർഷം പ്രവർത്തിച്ചത്. സംസ്ഥാനത്ത് ഇപ്പോൾ 60% ആയത്. നമ്മുടെ മണ്ഡലത്തിലെ 85% പൊതുമരാമത്ത് റോഡുകളും BMBC ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ അളഞ്ഞപ്പം നിൽക്കുന്നത് അളകപ്പന ഗ്രാമപഞ്ചായത്തിലാണ്. ഇവിടെ നിന്ന് ഈ വട്ടനാത്തറ മണ്ണമ്പെട്ടെന്ന് വട്ടനാത്തറ എത്തുമ്പോൾ അതിനിടയിൽ പൂക്കോട്ടേക്ക് പോകുന്ന PW റോഡുണ്ട്, ഒരാക്കര റോഡ്. അത് ശബരിമല തീർത്ഥാടന പാക്കേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6.5 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ തന്നെ ഈ പഞ്ചായത്തിൽ തന്നെ മണ്ണമ്പേട്ടയിൽ നിന്ന് മാവഞ്ചോട്ടേക്ക് പോകുന്ന റോഡ് BMBC ആക്കി. മണ്ണമ്പേട്ടയിൽ നിന്ന് ഇപ്പോൾ ചെങ്ങാലൂർക്ക് പോകുന്ന റോഡ് പൊതുമരാമത്ത് റോഡാണ് BMBC ആക്കി. അളകപ്പന ഗ്രാമപഞ്ചായത്തിൻ്റെ ചുങ്കത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങി പുതുക്കാട് കാഞ്ഞൂർ റോഡ് BMBC ആക്കി. ഇവിടെ ഇനി ഇപ്പോൾ ഈ നിൽക്കുന്ന BMBC പൊതുമരാമത്ത് റോഡാണ്. ഈ വെണ്ടൂർ സെൻറ്ററിന് തൊട്ട് നേരത്തെ കണ്ട ആ റീച്ചിൻ്റെ ബാക്കി വരുന്ന ഭാഗം മാത്രമാണ് ഇനി ഇവിടെ BMBC ആക്കാനുള്ളൂ. ഈ പഞ്ചായത്തിൽ ഈ മണ്ഡലത്തിൽ തന്നെ 4 ചെറിയ റോഡുകളാണ് ഇനി BMBC ആക്കാനുള്ളൂ. ഏതാണ്ട് ഒരു 100% 1.5 വർഷം കൊണ്ട് പൂർണ്ണമായും ഈ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ എല്ലാ പൊതുമരാമത്ത് റോഡുകളും മികച്ച നിലവാരത്തിലേക്ക് ആവും. ഇപ്പോൾ തന്നെ ഒരു 15% ആയി കഴിഞ്ഞിട്ടുണ്ട്. പുതുക്കാട് മുപ്ലിങ്ങ റോഡൊക്കെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി എല്ലാം മുന്നോട്ട് പോവുകയാണ്. മലയോര ഹൈവേയും ടെൻഡർ എടുത്തു. ബാബ്സ് കൺസ്ട്രക്ഷനാണ് എടുത്തിട്ടുള്ളത്.
പിന്നെ നമ്മുടെ വിദ്യാലയങ്ങൾ, നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ എല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. ഇനി ചില സ്കൂളിലൊക്കെ ചെറിയ ചുറ്റുമതിൽ കെട്ടാനോ മറ്റു കാര്യങ്ങളോ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം മികച്ചതാക്കിയിട്ടുണ്ട്. ഈ പൊതുവെ ഈ വെല്ലുവിളി നേരിടുന്നത് ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പൊതുവെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിൽ അലട്ടുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തിലില്ലല്ലോ, ഇവിടെയും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഭരണം അത്രയും നല്ല മികച്ച ഭരണമല്ലേ. ഞങ്ങളുടെ ക്യാപ്ഷൻ തന്നെ കണ്ടില്ലേ, LDF അല്ലാതെ മറ്റാരുണ്ട്? ഇതുപോലെ പെൻഷൻ കൊടുക്കാൻ ആർക്ക് കഴിയും? അതുപോലെ തന്നെ ഇതുപോലെ വികസന പ്രവർത്തനം നടത്താൻ ഇതിനു മുമ്പ് കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ 10 വർഷം കൊണ്ടല്ലേ ഇത് നടന്നത്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സംഭവമേ ഇല്ല. അതൊക്കെ ഇങ്ങനെ എല്ലാ കാലത്തും പറഞ്ഞു വരും. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ കാലത്ത് എന്തായിരുന്നു? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. മാറി മന്ത്രിമാരൊക്കെ തീരുമാനിച്ചതല്ലേ UDF. മുഖ്യമന്ത്രിമാർ 2-3 ആയി, മന്ത്രിമാരായി, വകുപ്പായി ഒക്കെ പോയതാണ് അവരൊക്കെ. പുതുക്കാട് ഈ ഓട് വ്യവസായമൊക്കെ വലിയ തകർച്ച നേരിടുന്നു. അത്തരം ചെറുകിട വ്യവസായങ്ങളെ പുനരുദ്ധരിക്കാൻ എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ? അതെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അളഗപ്പനഗർ ടെക്സ്റ്റൈൽസ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ BJP ഗവൺമെൻറ് തെറ്റായ നയങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ അളഗപ്പ ടെക്സ്റ്റൈൽസ് പൂട്ടിയിട്ടിരിക്കുന്നത്. നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ അത് അവരുടെ നയമാണ് ഈ ഒക്കെ വിറ്റ് തൊലയ്ക്കുക എന്നുള്ളത്. ആ നയത്തിൻ്റെ ഭാഗമായി ഇത് വിൽക്കാൻ വേണ്ടി അവർ വിട്ടുകയാണ്. സംസ്ഥാന സർക്കാർ പറഞ്ഞു, ഞാൻ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ രാജീവ് മിനിസ്റ്റർ പറഞ്ഞത്, നമുക്ക് സംസ്ഥാന സർക്കാരിന് വിട്ടുതരാണെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്താം. കേന്ദ്ര ഗവൺമെൻറ്റാണ് അത് തീരുമാനിക്കേണ്ടത്. നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ KTC ആയിരുന്നു, കേരള ടെക്സ്റ്റൈൽസ് കോർപ്പറേഷനായിരുന്നേ. അളഗപ്പ ചെട്ടിയാർ ഇവിടെ പിന്നെ ആരംഭിച്ചതാണത് ടെക്സ്റ്റൈൽസ്. ആ ടെക്സ്റ്റൈൽസ് പിന്നെ അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അത് സംസ്ഥാന സർക്കാരിന് കൈമാറി. സംസ്ഥാന സർക്കാരിനോട് NTC പറഞ്ഞു, ഈ KTCയോട് പറഞ്ഞു, നിങ്ങൾ പിന്നെ NTC കൈമാറുകയാണെങ്കിൽ കൂടുതൽ ഫണ്ട് ഞങ്ങളിവിടെ ഇറക്കി ഇത് നവീകരിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് കൈമാറിയത്. ഇപ്പോൾ അവരത് വിട്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അത് വലിയ പ്രശ്നമാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഇന്ന് ഈ അളഗപ്പനഗറിലെ നമ്മുടെ സ്കൂള്, പോളിടെക്നിക് ഇതൊക്കെ തുടങ്ങിയത് ആ ടെക്സ്റ്റൈൽസ് വന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ നിരവധി ജീവിതങ്ങൾ തളിർത്തതും മുന്നോട്ട് പോയതൊക്കെ ഈ ടെക്സ്റ്റൈൽസിൻ്റെ ഭാഗമായിട്ടുള്ള തൊഴിലാളി കുടുംബങ്ങളും ഒക്കെ ആയിട്ടാണ്. ആ മേഖലയാണ് ഇപ്പോൾ തകർന്നു കിടക്കുന്നത്. ഓട്ട് കമ്പനി തൊഴിലാളികൾക്കും അതിൻ്റെ അസംസ്കൃത വസ്തു കളിമണ്ണ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അത് നമ്മളിപ്പോൾ ഒരാൾ മാത്രം ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി മാത്രം അത് പരിഹരിക്കപ്പെടുന്ന വിഷയമല്ല, എന്നാൽ പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം മണ്ണില്ലാണ്ടായി പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വേറെ രീതിയിൽ നമുക്ക് ഇപ്പോൾ അതിനെ പിന്നെ ഒരു സംവിധാനമൊക്കെ ഒരുക്കാൻ വേണ്ടി ഗവൺമെൻറ് ആലോചിച്ചിരുന്നതാണ്. ആ നടപടികളിലേക്ക് പിന്നീട് പോയില്ല. അത് ഒരു സൊസൈറ്റിയൊക്കെ രൂപീകരിച്ച് അവർക്ക് ആവശ്യമുള്ള മണ്ണ് എവിടെ നിന്ന് ലഭ്യമാവും എന്നൊക്കെ കണ്ട് അതനുസരിച്ചൊക്കെ ഒരു തയ്യാറെടുപ്പൊക്കെ നമ്മൾ നടത്തിയിരുന്നതാണ്. അത് നമുക്ക് വിജയകരമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഓട്ട് കമ്പനി മേഖലയിലെ തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ആ മേഖലയിലല്ല, എല്ലാ മേഖലയിലും ഇതര സംസ്ഥാന തൊഴിലാളികളായി വരുന്നതിൻ്റെ പ്രത്യേകത അവിടെയുണ്ട്. ഇനി എന്താണ് ജനങ്ങൾക്ക് മുൻപിൽ വെക്കാനുള്ള ഒരു വാഗ്ദാനം? ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാനുള്ള വാഗ്ദാനം പ്രധാനമായും ഞാൻ ജനങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ പ്രസ്ഥാനമുണ്ട്, എന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ തുടരണം, തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം. പുതിയ സംരംഭങ്ങൾ ഞങ്ങളതിനു വേണ്ടി പ്രത്യേകമായ പദ്ധതി ഇവിടെ തയ്യാറാക്കിയിരിക്കുക. ഞങ്ങൾ ഓൺലൈനിൽ പൊതുജനങ്ങളോട് അഭിപ്രായം തേടി. ഇനി അടുത്ത 5 വർഷം ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഞങ്ങൾ മാനിഫെസ്റ്റോ തയ്യാറാക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അത് അറിയിക്കാൻ ആവശ്യപ്പെട്ട് നമ്മൾ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ വിവിധ മേഖലകളിലുള്ള വിദ്യാഭ്യാസ മേഖല, കായിക മേഖല, കാർഷിക മേഖല, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിലുള്ള പ്രമുഖരെ വിളിച്ച് പുതുക്കാട് ഒരു വ്യാപാര ഭവനിൽ വെച്ച് അവിടെ ഒരു ഫ്യൂച്ചർ പുതുക്കാട്, ഭാവി പുതുക്കാട് അതിനടിസ്ഥാനപ്പെടുത്തിയൊരു സംവാദം നടത്തി. അതിൽ നിന്ന് വന്ന അഭിപ്രായങ്ങൾ, ഓൺലൈനിലൂടെ വന്ന അഭിപ്രായങ്ങൾ, ഇതെല്ലാം LDFൻ്റെ കമ്മിറ്റി കൂടി ചർച്ച ചെയ്ത്, എൻ്റെയും കൂടി സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് ഏറ്റെടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അത് ഇന്നത് ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ പ്രകടന പത്രികയിലൂടെ അധികം വൈകാതെ പ്രഖ്യാപിക്കും. കേവലം ഒരാൾ പറയുന്നതല്ല ഞങ്ങളുടെ രീതി. ഞങ്ങളെല്ലാവരും കൂട്ടായിട്ടാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. കൂട്ടായ ചർച്ചയുടെ ഭാഗമായിട്ടാണ് തീരുമാനിക്കപ്പെടുന്നത്. കൂട്ടായിട്ടാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. അതിനോടൊപ്പം ഈ മണ്ഡലത്തെ ജനങ്ങളെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയൊക്കെ കാലങ്ങളായി മുടങ്ങിക്കിടന്നതും 2ാം ഘട്ടം കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞതും ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് അവരെല്ലാവരെയും കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞത്. ആ രീതിയിൽ പോകാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ജനാധിപത്യപരമായി സുതാര്യമായ പ്രവർത്തനങ്ങളാണ് നാം ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യം. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ഇപ്പോൾ UDF പറയുന്നത് അവർ 4 പതിറ്റാണ്ടിന് ശേഷം നാട്ടിൽ നിന്നൊരു സ്ഥാനാർത്ഥി നിർത്തുന്നതാണ്. BJP പറയുന്നത് സുരേഷ് ഗോപി നേടിയ ആ വോട്ട് അവർ നേടുമെന്നാണ്. അത്തരം വെല്ലുവിളികൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, നാട്ടിലെ സ്ഥാനാർത്ഥിയാണല്ലോ ഞാൻ ഈ നാട്ടിൽ എത്രയോ വർഷങ്ങളായിട്ട് ഇടവഴിയുടെ ഞാൻ ഈ അളഗപ്പ സ്കൂളിൽ പഠിച്ചിരുന്നത്. ഇവിടെ എത്രയോ വർഷമായിട്ട് ഞാനിവിടെ നടക്കുന്ന ആളാണ് അല്ലേ. പൊതുപ്രവർത്തനം നമ്മളൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ ഒരു സ്ഥാനാർത്ഥികളെ കുറിച്ചും വ്യക്തിപരമായിട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല.
ജനങ്ങൾ തീരുമാനിക്കട്ടെ അത് എത്ര വർഷത്തെയാണെങ്കിലും ഏത് കാര്യങ്ങളിലാണെങ്കിലും. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ രാഷ്ട്രീയ പിൻബലമുള്ള ഒരു മണ്ഡലമാണത്. ഒന്ന്. രണ്ട്, ഇവിടെ വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ML എന്ന നിലയ്ക്ക് എൻ്റെ സാന്നിധ്യവും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മുന്നണിയുടെയും സാന്നിധ്യവും ഏത് ഘട്ടത്തിലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഏത് ഘട്ടത്തിലും ഞങ്ങളെല്ലാവരും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് അങ്ങനെ ആഗ്രഹിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. അവരാഗ്രഹിച്ചോട്ടെ, അവരവരുടെ വഴിക്ക് പോകട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് LDF ആയിട്ടും ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവർ ഇപ്പോൾ അങ്ങനെയൊക്കെ പറയുമല്ലോ, സ്വാഭാവികമല്ലേ, അത് പറഞ്ഞോട്ടെ. BJP എങ്ങനെയാണ് കാണുന്നത്? അല്ല, BJP അവർക്ക് ഒരു 10-35,000 വോട്ടുള്ള മണ്ഡലമാണ്. അവർ മത്സരിച്ചോട്ടെ, അവരവരെ വോട്ട് പിടിച്ചോട്ടെ. അതാണ് അവരവരെ വോട്ട് പിടിക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. പുതുക്കാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ശ്രീ KM ബാബുരാജാണ് നമ്മോടൊപ്പം ചേരുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിന് ശേഷം ഒരു നാട്ടുകാരൻ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളതാണ് പ്രവർത്തകരൊക്കെ പറയുന്നത്. എങ്ങനെയുണ്ട് ജനങ്ങളുടെ നിന്നുള്ള പ്രതികരണം? തീർച്ചയായും വോട്ടർമാർ എല്ലാവരും വളരെ സന്തോഷകരമാരാണ്. പ്രത്യേകിച്ച് UDFൻ്റെ എല്ലാ നേതാക്കളും പ്രവർത്തകരും ഈ പ്രദേശത്തെ ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ചതിൽ വളരെ സന്തുഷ്ടരാണ്. മാത്രമല്ല, ഇവിടെ കഴിഞ്ഞ 20 കൊല്ലക്കാലമായി ഇവിടെ ജനപ്രതിനിധികളായി വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ അല്ലെങ്കിൽ MLA-മാരൊക്കെ വികസന പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പിന്നിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നേരത്തെ ശ്രീ KP വിശ്വനാഥൻ ഇവിടെ 19 കൊല്ലക്കാലം തുടർച്ചയായി MLA-യും മന്ത്രിയുമായിരുന്ന ആളാണ്. അദ്ദേഹം തുടങ്ങിവെച്ച അവസാന കാലഘട്ടങ്ങളിൽ തുടങ്ങിവെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായ വലിയ പദ്ധതികളാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ആ പദ്ധതികളോട് മുഖം തിരിച്ച് നിൽക്കുന്നൊരു സമീപനമാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ജനപ്രതിനിധികൾ ജനങ്ങളോട് കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായി ഞങ്ങൾ കാണുന്നത്. ജനങ്ങളുടെ അടുത്തേക്ക് പോയപ്പോൾ ജനങ്ങൾക്ക് ഉള്ള ആ സ്വീകാര്യത അത് ഞങ്ങൾ വിജയം സുനിശ്ചിതമാക്കിയിരിക്കുകയാണ്. ഈ കൊടകര രൂപം മാറി 2011 പുതുക്കാടെത്തി പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുമുന്നണിയാണ് തുണച്ചിട്ടുള്ളത്. അതിനൊരു മാറ്റം വരുത്താൻ എന്താണ് UDF കാണുന്ന ഒരു ആത്മവിശ്വാസം? ഇവിടെ നടത്താതെ പോയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ കോൺഗ്രസ് സംസ്കാരം അനുസരിച്ച് ഒരു വലിയ വികസനത്തിൻ്റെ മാതൃക ഞങ്ങളുടെ എല്ലാം മനസ്സിലുണ്ട്. അതുതന്നെയാണ് പ്രധാന കാരണമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഒരു ഗവൺമെൻറ് ഇവിടെ കഴിഞ്ഞ 10 കൊല്ലമായിട്ടുള്ള പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മാറണം എന്നുള്ളത് ജനങ്ങളും വോട്ടർമാരും തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നിന്ന് പ്രാദേശികമായി ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് ഒരു MLA ആ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കാൻ ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ മാത്രമാണ് അവർ ആഗ്രഹിച്ച പ്രകാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങളടക്കം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക്, പാവപ്പെട്ട ആളുകൾ, ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ ഒക്കെ ഈ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഒരു നിയോജകമണ്ഡലമാണ് പുതുക്കാട് നിയോജകമണ്ഡലം. മലയോര പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് മറ്റത്തൂരും അതുപോലെ തന്നെ വരന്തരപ്പള്ളി പോലുള്ള മലയോര ഗ്രാമങ്ങൾ, അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് അവിടെ ജീവഹാനി സംഭവിക്കുന്ന ആളുകൾ, കൃഷി നടത്തുമ്പോൾ കൃഷി ഒന്നും വിളവെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ സംബന്ധിച്ചുള്ള അവർക്ക് ആവശ്യമായ സംരക്ഷണം കർഷകർക്ക് കൊടുക്കണം. അവിടെ അതിജീവിക്കുന്ന ആളുകൾക്കുള്ള സംരക്ഷണം കൊടുക്കണം. ഇതൊക്കെ വലിയ പ്രോജക്റ്റുകൾ ഉണ്ടാക്കി കൊണ്ടുവരാനുള്ള മനസ്സിൽ ഒരു വലിയ പദ്ധതി എൻ്റെയും അതുപോലെ തന്നെ പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ട്. അതൊക്കെ സ്വീകരിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. താങ്കൾ തദ്ദേശ ഭരണ സ്ഥാപന ജനപ്രതിനിധിയും പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നു. ആ രീതിയിലുള്ള പ്രവർത്തന പരിചയം അത് എത്രത്തോളം പ്രചരണ രംഗത്ത് മുതൽക്കൂട്ടാവുന്നുണ്ട്? ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായി കഴിഞ്ഞ 5 കൊല്ലക്കാലം വളരെ നല്ല മാതൃകാപരമായ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായി എനിക്ക് പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അത് പുതുക്കാട് പഞ്ചായത്തിലേക്ക് സർക്കാരിൽ നിന്നും വിവിധ ഏജൻസികളിൽ നിന്നും ഒക്കെ ഒട്ടേറെ പണം ആ കാലഘട്ടത്തിൽ സ്വരൂപിക്കാനും എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്താനും അത് പൂർത്തീകരിക്കാനും സാധിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് അത് ഇനി ഈ മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലേക്കും ബാക്കിയുള്ള 7 പഞ്ചായത്തിലേക്കും വ്യാപിപ്പിക്കണം. അതിന് പറ്റിയ പദ്ധതികൾ എൻ്റെ മനസ്സിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് മുന്നാകെ ഈ അവസരത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. വോട്ടഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അത് ജനങ്ങൾക്കിടയിലുണ്ടോ? തീർച്ചയായും. ജനങ്ങൾ എങ്ങനെയെങ്കിലും ഈ സർക്കാർ ഇവിടെ നിന്ന് ഇറങ്ങി പോകട്ടെ, അതിന് ദിവസം ഈ ഏപ്രിൽ മാസം 9-ാം തീയതി കാത്തിരിക്കുകയാണ് ഈ ഗവൺമെൻറ് ഇവിടെ നിന്ന് ഒഴിവാക്കാനായിട്ടുള്ളൂ. അത് ജനങ്ങൾ അത് അവരുടെ മുഖത്തും അവരുടെ സംസാരത്തിലും ഒക്കെ എനിക്ക് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് വോട്ടഭ്യർത്ഥിക്കാൻ പോകുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. പുതുക്കാട് ഈ ഓട് വ്യവസായത്തിനും നൂൽനൂൽപ്പ് വ്യവസായത്തിനുമൊക്കെ പേരുകേട്ട സ്ഥലമായിരുന്നു. ഇന്ന് ആ വ്യവസായങ്ങളൊക്കെ വലിയ തകർച്ച നേരിടുകയാണ്. അക്കാര്യത്തിൽ എന്താണ് UDFൻ്റെ ഒരു നിലപാട്? തീർച്ചയായും ശ്രീ KP വിശ്വനാഥൻ ഇവിടെ ജനപ്രതിനിധിയായിരുന്ന കാലത്ത്
തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടങ്ങളിൽ ഇവർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മണ്ണ് ലഭ്യമാക്കാനുള്ള അവസരങ്ങൾ, അതുപോലെ തന്നെ ഡാമുകളിലും അതുപോലെ കെട്ടിക്കിടക്കുന്ന ജനങ്ങൾക്ക് പ്രശ്നമില്ലാത്ത പ്രദേശങ്ങളിലുള്ള കളിമണ്ണ് ഒക്കെ ശേഖരിക്കാനുള്ള അനുമതി പ്രത്യേകമായി എടുത്തുകൊണ്ട് നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് അവർക്ക് മണ്ണ് റോ മെറ്റീരിയൽ കൊടുക്കാനൊക്കെ അവർക്ക് സാധിച്ചു. അതുപോലെ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനം കൊടുക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ സാധിച്ചു. മറ്റേ ടെക്സ്റ്റൈൽ എന്നുള്ള നിലയ്ക്ക് അളഗപ്പ ടെക്സ്റ്റൈൽസിൻ്റെ വലിയ ഒരു ബിസിനസ് ശൃംഖലയായിരുന്നു. അത് 1500-ലധികം തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുത്തിരുന്ന ആ സ്ഥാപനം ഇന്ന് അടച്ചു പൂട്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള നടപടികളും എടുത്തിട്ടില്ല. എല്ലാം തുരുമ്പിച്ചവിടെ കിടക്കുക. കണ്ടാൽ നമുക്ക് വളരെയധികം കഷ്ടം തോന്നും. അതുപോലെയാണ് തൊഴിലാളികൾ അനാഥരായി, അവർക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പോലും പോകുന്ന ആളുകൾക്ക് കൊടുക്കുന്നില്ല. ഒരു നടപടിയും ഗവൺമെൻറ് എടുക്കുന്നില്ല. അതിനൊക്കെ എതിരെ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അവരൊക്കെ ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളാണ്. മറ്റിപ്പോൾ വല്ല പണികളൊക്കെ തേടി നടക്കുക അവർ. അപ്പോൾ അത് ഗവൺമെൻറ് ഇവിടെ വരികയാണെങ്കിൽ, UDFൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വരികയാണെങ്കിൽ ഈ കളിമണ്ണ് എടുത്തുകൊണ്ടുള്ള വ്യവസായങ്ങളൊക്കെ സംരക്ഷിക്കാൻ, അത് തൊഴിൽ മേഖല തൊഴിൽ ഉറപ്പുവരുത്താനുള്ള വലിയ പദ്ധതികളൊക്കെ ഞങ്ങൾ കൊണ്ടുവരും. അത് സംശയം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടങ്ങളിൽ അതിൽ എത്രത്തോളം UDFന് പ്രതീക്ഷയുണ്ട്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ടേമിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന LDFന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. 8 പഞ്ചായത്തുകളാണ് ഈ നിയോജകമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അതിൽ കേവലം 3 പഞ്ചായത്തുകളിൽ മാത്രമാണ് നാമമാത്രമായ ഭൂരിപക്ഷത്തിൽ LDF ഭരിക്കുന്നത്. ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും ബാക്കിയുള്ള എല്ലാ പഞ്ചായത്തുകളും UDFൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റികളാണ് ഭരണം നടത്തുന്നത്. മാത്രമല്ല, കഴിഞ്ഞ MLA എന്നുള്ള നിലയ്ക്ക് ശ്രീ KK രാമചന്ദ്രന് അന്ന് 27,000 വോട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആ ഭൂരിപക്ഷം കേവലം ഇന്ന് 5,000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇപ്പോൾ LDF സ്ഥാനാർത്ഥികൾക്ക് മൊത്തത്തിൽ ലഭ്യമായിട്ടുള്ളത്. അത് മറികടക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. BJP സംബന്ധിച്ച് പുതുക്കാട് അവരുടെ ഒരു A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ്. അവരും വളരെ ശക്തമായ പ്രചരണ രംഗത്തുണ്ട്. BJP ഒരു വെല്ലുവിളിയായി UDF കാണുന്നുണ്ട്? ഒരിക്കലുമില്ല. UDFും BJPയും തമ്മിൽ നോക്കുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച്, ആ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് അവരുടെ പാർട്ടിയിൽ തന്നെ വലിയ കോലാഹലങ്ങളും അതുപോലെ തന്നെ തർക്കങ്ങളും നടക്കുകയാണ്. അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി എന്നുള്ളത് 4ാമത്തെ തവണയും മത്സരിക്കുന്നു എന്നുള്ളതും അവർക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഇത് നിലനിൽക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വോട്ടർമാർ UDFിലാണ് അഭയം കാണുന്നത്. UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവർ പ്രത്യേകമായ പരിഗണന നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു.